ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുക. ഓക്കെ, ഇന്ന് നമുക്ക് 88 പോർട്ടലിൻ്റെ ഗൈഡൻസ് മെസ്സേജ് ആയിട്ടൊന്ന് നോക്കാം. അതായത് 88 പോർട്ടലിൻ്റെ ഇഫക്ട്സ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണെന്ന് നോക്കാം. ആക്ച്വലി ഇപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്തു, മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പഠിച്ചു. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങും. അങ്ങനത്തെ കാര്യങ്ങൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങൾ നടക്കുമോ ഇല്ലേ എന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് സയൻസ് തരും. സാധാരണ നമുക്ക് ഏഞ്ചൽ നമ്പേഴ്സ് കാണും, ഫെദേഴ്സ് കിട്ടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ സയൻസ് സിമ്പിൾസ് ഒക്കെ പറയാറുണ്ട്. ഓക്കെ, അതല്ലാതെ നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, അത് നിങ്ങൾക്ക് സൂചന തരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടും എന്നുള്ളത്. ഓക്കെ, അതിന് എന്തായിരിക്കും ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് യൂണിവേഴ്സിൻ്റെ സയൻസ് എന്തായിരിക്കും എന്ന് നോക്കാം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചത് നടക്കുന്നുണ്ട് എന്നുള്ളതിന് സൂചന എങ്ങനെയായിരിക്കും? ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ്, സൺ. ഐ തിങ്ക് ഒരു 3 സൂചനയായിട്ട് എടുക്കാം ഞാൻ. ഓക്കെ, സോ ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഇവിടെ ആദ്യത്തത് ഒരു 3 സൂചന എന്ന രീതിയിൽ ഞാൻ പറയാൻ വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇത് ആദ്യത്തെ കാര്യം നടക്കാൻ സാധ്യത നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ഒരു പ്രശ്നമുണ്ടെന്ന് വിചാരിക്കാം. എന്തെങ്കിലും വാക്കുതർക്കം, എന്തെങ്കിലും പിണങ്ങിയിരിക്കുക. ഓക്കെ, പിണങ്ങിയിരിക്കുന്ന ആരെങ്കിലും, നിങ്ങളോട് ഇതുവരെ സ്നേഹത്തോടെ പെരുമാറാത്ത ആരെങ്കിലും. ഓക്കെ, അത് വീട്ടുകാരായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, ബോസ് ആയിരിക്കാം, ജോലി സ്ഥലത്തുള്ള ആരെങ്കിലും നമ്മുടെ കോവർക്കേഴ്സ് ആവാം, കൊളീഗ്സ് ആവാം, എന്തും ആവാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു മാറ്റം കാണും. അതായത് ആ വ്യക്തിയിൽ നിങ്ങൾക്കൊരു മാറ്റം കാണാം. ഓക്കെ, ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, കൂടുതലായിരിക്കാം. ഓക്കെ, എന്തായാലും ഒരു വ്യക്തിയുമായിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറേ കാലമായിട്ട് ചിലപ്പോൾ പിണങ്ങിയിരുന്ന ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ മൂലം ചിലപ്പോൾ അത് നല്ല റിലേഷൻഷിപ്പും ആയിരിക്കാം. ഓക്കെ, പഴയ റിലേഷൻഷിപ്സ് എന്തെങ്കിലും ആയിരിക്കാം, സ്നേഹബന്ധങ്ങളായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ, അത് ലേഡി ആവണം എന്നില്ല, ക്വീൻ ഓഫ് സോർഡ്സ് ആണ് ഇവിടെ, പക്ഷേ ക്വീൻ ആവണം എന്നില്ല. ഓക്കെ, എന്തും ആവാം, ജെൻസ് ആവാം, ലേഡീസ് ആവാം, എന്തായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ആരെങ്കിലുമായിട്ട് നിങ്ങൾ പിണങ്ങിയിരുന്നത് നിങ്ങൾ തമ്മിലൊരു റീകൺസിലേഷൻ വരാനുള്ള ഒരു സാധ്യതയാണ്. റീകൺസിലേഷൻ എന്ന് പറയുമ്പോൾ തെറ്റായിട്ട് മീൻസ് ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല, ഈവൻ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ബന്ധുക്കളായാലും വേറെ ആരെങ്കിലും ആയാലും, നിങ്ങൾ കുറേ ആയിട്ട് സംസാരിക്കാത്ത ആരെങ്കിലും, ഓക്കെ, അവരുമായിട്ട് ഒരു പിണക്കം മാറി നിങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു സമയം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ അതൊരു ലക്ഷണം നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നതിന് ഒരു ലക്ഷണം നമുക്ക് അത് പറയാം. സ്റ്റാർ. ഓക്കെ, പ്രതീക്ഷ. ഓക്കെ, ആൻഡ് 2 ഓഫ് കപ്സും ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്താണ്. ചിലവർക്ക് ഇവിടെ ഒരു റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. ചിലവർക്കൊരു പേഴ്സൺ പിണങ്ങിപ്പോയ പേഴ്സണുമായിട്ട് വീണ്ടും റീകണക്ഷന് സാധ്യതയാണ്. ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് അത് കിട്ടുകയാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു സമാധാനം ഫീൽ ചെയ്യും നിങ്ങൾ അങ്ങനെ വരുമ്പോൾ. ഓക്കെ, കാരണം കുറേ നമുക്ക് അല്ലെങ്കിലും ആരോടെങ്കിലും പിണങ്ങിയാലും ചിലപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് ഒരു വിഷമം നമുക്ക് കിടക്കും അല്ലേ? ചിലപ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ലാവില്ല മുൻപ്. ഓക്കെ, ബട്ട് എവിടെയോ എന്നാലും നമ്മൾ പറയില്ലേ, പിണങ്ങുമ്പോൾ നമുക്കൊരു പിണങ്ങ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയി, നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോയി, നിങ്ങളോട് ദേഷ്യപ്പെട്ടു പോയി, നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി, എന്തോ ആവാം. ഓക്കെ, എന്തായാലും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, ആരെങ്കിലും ആയിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്കത് കുറച്ചുകൂടി ബെറ്റർ ആവുന്നതായിട്ടാണ് ആദ്യത്തെ സിനാരിയോ കാണുന്നത്. ഓക്കെ, ആദ്യത്തെ ഒരു ലക്ഷണം മാറ്റി നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തോ മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഇനി വേറെ ലക്ഷണങ്ങൾ എന്തായിരിക്കും കാണാൻ സാധ്യത? ഓക്കെ, ഏസ് ഓഫ് പെന്റിക്കിൾസ്, 6 ഓഫ് കപ്സ് ആൻഡ് 5 സോർഡ്സ്. ഓക്കെ ഓക്കെ, അഗെയിൻ ഇവിടെയും ഒരു സിമിലർ സിറ്റുവേഷൻ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ആരെങ്കിലുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. ഓക്കെ, ഒന്ന് ഐ തിങ്ക് ഈ തെറ്റിദ്ധാരണ ഞാൻ പറഞ്ഞ പോലെ, ഓക്കെ, ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം ചിലപ്പോൾ. ഓക്കെ, കണക്റ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ സിറ്റുവേഷൻ തന്നെ വേറെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു പണത്തിൻ്റെ ഓഫർ വരുന്ന ഒരു ജോലിയുടെ ഓഫർ, കരിയറിൻ്റെ ഒരു പുതിയൊരു ജോലിയുടെ ഓഫർ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പണം നിങ്ങൾക്ക് തരുന്ന പോലെ. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു കാര്യം ക്ലിയർ ആയിട്ട് കുറച്ച് പണം കിട്ടുന്ന പോലെ, ലോൺ വലുത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും എന്ന് പറയാം. ഓക്കെ,
ഹെൽപ്പ് ചെയ്ത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കാർഡാണ്. നോസ്റ്റാൾജിയ അല്ലെങ്കിൽ പഴയ ഫ്രണ്ട്ഷിപ്സ്, അങ്ങനെ ഒരു കാർഡാണിത്, 6 ഓഫ് കപ്സ്. ഓക്കെ, ഫ്രണ്ട്സ് എന്ന രീതിയിലാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഓക്കെ നിങ്ങളെ സഹായിക്കാനുള്ള സാധ്യതയാണ്. മേ ബി അവർ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി, നിങ്ങൾക്ക് ഓക്കെ ഇത് അവിടെ ഒരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർ നിങ്ങളോട് പറയാം, ഓക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞ് ചിലപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തു നിന്നായിരിക്കും വരുന്നത്. കാരണം ഇവിടെ അതൊരു കോൺഫ്ലിക്റ്റ് അഗെയിൻ കാണുന്നുണ്ട്. ഐ തിങ്ക് ഇത് സെയിം തിങ്, ഇത് നിങ്ങളെ വിചാരിക്കാത്തൊരു വ്യക്തിയാണിത്. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയായിരിക്കും നിങ്ങളെ സഹായിക്കാൻ എത്താം. ഓക്കെ, നിങ്ങൾ മുൻപ് ചിലപ്പോൾ ആ പേഴ്സണുമായിട്ട് എന്തെങ്കിലും, ഇതേ പേഴ്സൺ ആവാം, ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ പേഴ്സൺ ആയിരിക്കാം. നമുക്ക് വേറെ വേറെ സിറ്റുവേഷൻസും പറയാം. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു, അതായത് മുൻപ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ആ പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കില്ല. ഓക്കെ, അങ്ങനെ ആയിരിക്കും. ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു ഓഫർ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് അതൊരു ചിലപ്പോൾ പഴയ ഫ്രണ്ട്സ് ആയിരുന്നിരിക്കും, ബട്ട് നിങ്ങൾ തമ്മിൽ അഗെയിൻ ഇവിടെ ഐ തിങ്ക് ഇവിടെ ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വേറെ കാര്യങ്ങളായിട്ട് എടുത്തോളൂ. എന്തായാലും ശരി. ഓക്കെ, ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. 5 ഓഫ് സോഡ്സ് ഇവിടെ വന്നത് എന്തുകൊണ്ടാണ്? 9 ഓഫ് വൺസ്. യെസ്, ഓക്കെ 5 യെസ്. ഇത് മുൻപ് ഐ തിങ്ക് നിങ്ങൾ സെയിം തിങ്, നിങ്ങൾ മുൻപ് തെറ്റിയ ആരോ ആണ്. ഓക്കെ, സെയിം സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം, ഈ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം നിങ്ങളെ സഹായിക്കുന്നത്. ഓക്കെ, ആദ്യം അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആവുമെന്ന് പറയാം. അത് കഴിഞ്ഞ് അവർ നിങ്ങളെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്നും പറയാം. അല്ല എന്നുണ്ടെങ്കിൽ ടോട്ടലി വേറെ ആൾക്കാരെ എടുത്തോളൂ. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾക്കൊരു ജോലിയുടെ ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ്, എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്കൊരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമായ ഒരു സമയത്ത് ശരിക്കും നിങ്ങൾക്കൊരു ഹെൽപ്പുമായിട്ട് ഒരാൾ വരുന്നു എന്ന് വിചാരിച്ചാൽ മതി. ബട്ട് അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയാണ്, നിങ്ങൾ അകന്ന് നിന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾ അവരുടെ അടുത്ത് ഒരു അകൽച്ച ഉണ്ടായിരുന്നുണ്ടാവും, മുൻപ് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അവരുമായിട്ട് അകന്നിട്ടുണ്ടാവും. ബട്ട് അവർ മുൻപ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറയാം. ഓക്കെ, മുൻപ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരുന്നു ആൻഡ് അവരിപ്പോൾ വീണ്ടും നിങ്ങളുടെ അടുത്ത് തിരിച്ചു വന്നു മീൻസ് അത് അപ്രതീക്ഷിതമായിട്ടാണ്. അതാണ് യൂണിവേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് നമ്മൾ പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഹെൽപ്പ് എത്തിക്കാൻ നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചായിരിക്കാം ആ വ്യക്തിയെ. ഓക്കെ, ആ വ്യക്തിയെ നിങ്ങളായിരിക്കാം തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ അകന്നു നിന്നത് അവരുടെ അടുത്ത് നിന്ന്. നിങ്ങളുടെ മനസ്സിൽ അവരോടൊരു അകൽച്ചയുണ്ടാവാം. എന്നിട്ട് അവരെന്തോ നിങ്ങളെ ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചു എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ അവരെ ജസ്റ്റ് ഇഷ്ടമല്ല നിങ്ങൾക്ക് എന്ന രീതിക്ക്. ഓക്കെ, നിങ്ങളൊരു അകൽച്ച വെച്ച് നിന്ന വ്യക്തിയായിരിക്കാം. ബട്ട് അവരാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ തിരിച്ച് ഒരു ഹെൽപ്പായിട്ട് വരുന്നതായിട്ട് എനിക്ക് കാണുന്നത്. യെസ്, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് അഗൈൻ സെയിം തിങ്. അപ്പം നിങ്ങൾക്ക് അഗൈൻ ഒരു ഓഫറുമായിട്ട് വരുന്നതാണ് കാണുന്നത്. ഒരു പേഴ്സൺ നിങ്ങൾക്ക് ജോലിയുടെ ഓഫർ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണത്തിന് ഹെൽപ്പിൻ്റെ കാര്യത്തിനായിരിക്കാം, എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് നിങ്ങളുടെ ഒരു സോറി പറഞ്ഞു വരുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെയാവാം ചിലവർക്ക് ഒരു പേഴ്സണിൽ നിന്നൊരു സോറി എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. ഐ തിങ്ക് ഇതിവിടെ കൂടുതലും എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം തന്നെയാണ് തോന്നുന്നത്. ബട്ട് എനിവേ ഇവിടെ ഒരു മണിയുടെ എനിക്ക് എടുത്ത് കാണുന്നുണ്ട്. സോ മേ ബി മണി വൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ്, സപ്പോർട്ട്, മണി എന്ന് പറയാൻ മാത്രമല്ല കരിയറിൽ, ജോലിയിൽ ചിലപ്പോൾ ജോലി നിങ്ങൾക്ക് ഹെൽപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പുമായിട്ട് ഒരു പേഴ്സൺ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അത് ആദ്യം നിങ്ങൾ അവരുമായിട്ട് പ്രശ്നത്തിലായിരുന്നു എന്നാണ് തോന്നുന്നത്. ബട്ട് ഐ തിങ്ക് അത് മുമ്പ് അവർ മുന്നോട്ട് വന്ന് നിങ്ങളെ മേ ബി നിങ്ങൾക്കൊരാവശ്യമായ ഒരു സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരും എന്നെടുത്തോളൂ. ഓക്കെ, അങ്ങനെയും പറയാം. ഓക്കെ, നമുക്കിപ്പോൾ വേറെ പേഴ്സൺ, തെറ്റിപ്പോയ പേഴ്സൺ അങ്ങനെയൊന്നും വേണമെന്നില്ല. യൂണിവേഴ്സ് ആക്ച്വലി നിങ്ങൾക്കൊരു മുൻപിലേക്ക് ഒരു ഓഫർ കൊണ്ടുവരുന്നതായിട്ട് പറയാം. അതായത് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഹെൽപ്പ് കൊണ്ടുവരുന്നതായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമായ ഒരു ഹെൽപ്പ് ആരെങ്കിലും, അതിന് ഹെൽപ്പിന് വേണ്ടി ആരെങ്കിലും അയക്കുന്നു എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, ഒന്ന് നമ്മുടെ റിലേഷൻഷിപ്സ് നിങ്ങൾ ബെറ്റർ ആവുന്ന കാര്യം, ആരെങ്കിലുമായിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും നിങ്ങൾ തമ്മിലൊരു ഒന്ന് കുറച്ചുകൂടി വീണ്ടും റിസോൾവ് ചെയ്യുന്ന പോലെ. ആൻഡ് വേറെ ഒരു കാര്യം പറയുന്നത്, യൂണിവേഴ്സ് നിങ്ങൾക്ക് ഹെൽപ്പ് അയക്കുന്നു, നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് നിങ്ങൾക്ക് എത്തിക്കുന്നു എന്ന രീതിയിൽ. പണമാണോ വേണ്ടത്, അതിൻ്റെ ഹെൽപ്പ്, അല്ലെങ്കിൽ കരിയർ, ജോലി, എന്തെങ്കിലും ഓഫറാണോ അത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ്, ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും റീബിൽഡ് ചെയ്ത് നിങ്ങൾക്കൊരു സപ്പോർട്ടാവും അല്ലേ. അപ്പോൾ ആ രീതിക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു കാര്യം വരുന്നതായിട്ട്, മുന്നോട്ടൊരു കാര്യം വരുന്നതായിട്ടാണ് കാണുന്നത്. ഇതും ഒരു ലക്ഷണമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. എംപറർ, മൂന്നാമത്തത് പേജ് ഓഫ് സോഡ്സ്, 7 ഓഫ് സോഡ്സ്, 5 ഓഫ് കപ്സ്. ഓക്കെ 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 ഇതിൻ്റെ ഒപ്പം ഓക്കെ ചിലത് നിങ്ങൾക്ക് നല്ലത് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക ലൈഫ് എന്താണ്, ഐ മീൻ ഓരോ മാനിഫെസ്റ്റേഷൻ നടക്കുമ്പോൾ എന്താണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ചിലത് നിങ്ങൾക്ക് വരുന്നുണ്ട്, നല്ലത് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു പേഴ്സൺ ഇപ്പം മുൻപ് തെറ്റിപ്പോയ ആൾക്കാർ തിരിച്ചു വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേറെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നു, എല്ലാം ഉണ്ട്, നല്ലത് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം പക്ഷേ ചില നഷ്ടങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ചില നഷ്ടങ്ങൾ
നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ആവശ്യം തന്നെയാണ്. ഓക്കെ, ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, ടെമ്പറൻസ്. എന്ത് കാര്യത്തിലാണ്? ഇമോഷണൽ ലോസ് ആണോ മറ്റേ ഫൈനാൻഷ്യൽ വലുതോ ആണോ എന്നുള്ളത് നോക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് സീ. മൂൺ കാർഡ് ഇമോഷണൽ ആണ്. ഓക്കെ, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് വീണ്ടും ബോട്ടം ഉണ്ട്. സോ പണം നഷ്ടം എന്ന് പറയാം. ഓക്കെ, ഇമോഷണൽ ലോസ് എന്ന് പറയാം. എന്തായാലും ഇവിടെ 5 കപ്സ് ആണ്. ഓക്കെ, 5 കപ്സ് ആൻഡ് 7 ഓഫ് സോർഡ്സ് ആണ്. ആരോ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോകുന്നതായിട്ടാണ്. ഓക്കെ, നിങ്ങൾ ചീറ്റ് ചെയ്ത ഒരു വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ലോസ് വരുന്നതായിരിക്കാം നിങ്ങൾക്ക്. ആൻഡ് ഇവിടെ മൂൺ കാർഡ്, നിങ്ങൾ വളരെയധികം ഇമോഷണലായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ മറിഞ്ഞിരുന്നു, നിങ്ങളിൽ നിന്നും മറിഞ്ഞിരുന്നു. ഓക്കെ, അതായത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല ചില കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതും കൂടെ നിൽക്കുന്ന ആരോ ആണ്. ഓക്കെ, കൂടെ നിൽക്കുന്ന ആരോ നിങ്ങളെ പണത്തിൻ്റെ കാര്യത്തിൽ ചീറ്റ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ, എന്ത് തരത്തിലോ ആയിക്കോട്ടെ, നിങ്ങളെ യൂസ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, നിങ്ങളെ യൂസ് ചെയ്തു, ആ രീതിക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ അതിൻ്റെ ലോസിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ഇവിടെ എംപറർ ആൻഡ് പേജ് ഓഫ് സോർഡ്സ് ആണ്. സോ ഇത് നമ്മളൊരു സ്റ്റോക്കിംഗ് എനർജി എന്ന രീതിക്ക് പറയാം, അതായത് ആരോ നിങ്ങളെ വാച്ച് ചെയ്യുന്നു എന്ന രീതിക്ക് പറയാം. ഓക്കെ, എംപറർ എന്നും കാണുന്നുണ്ട്. ആക്ച്വലി നിങ്ങളെ തന്നെയാണ് ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ശരിക്കും ഈഗോ പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാവാം. ഓക്കെ, ആരുടെയും മുമ്പിൽ നിങ്ങളുടെ ഈഗോ വരെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ആരുടെയും മുമ്പിൽ എന്നും മാത്രമല്ല, ആരെങ്കിലും കാരണം, ഓക്കെ, ആരെങ്കിലും കാരണം നിങ്ങൾക്ക് ഈഗോ പോലും നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പണം നഷ്ടങ്ങളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇമോഷണൽ നഷ്ടങ്ങളായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തി ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്നതായിരിക്കാം. ഓക്കെ, എന്തോ നിങ്ങൾ മറഞ്ഞിരുന്നു നിങ്ങളുടെ മുമ്പിൽ നിന്ന്. ഓക്കെ, നിങ്ങൾ അറിയാതെ എന്തോ കാര്യങ്ങളുണ്ടായിരുന്നു, അത് നിങ്ങൾ തിരിച്ചറിയുന്ന പോലെയുണ്ട്. ആൻഡ് നിങ്ങൾക്കൊരു നഷ്ടം ഫേസ് ചെയ്യേണ്ട വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസും ആക്ച്വലി ഈ പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ ചീറ്റ് ചെയ്യുന്നത്. അത് ലേഡി ആവണമെന്നില്ല. അഗെയിൻ ഓക്കെ, മാറ്റി എടുക്കാം, ജെൻസ് അല്ലെങ്കിൽ ലേഡീസ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ആരോ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇമോഷണൽ ചീറ്റിംഗ് ആയിരിക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളെ റെസ്പെക്ട് തന്നെ, അങ്ങനെ എന്ത് കാര്യത്തിലും ആവാം. ഓക്കെ, നിങ്ങൾക്ക് നല്ലതല്ലാത്ത ഒരു കാര്യം, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നല്ലതല്ലാത്ത എന്തോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിട്ടും, പക്ഷെ അത് നഷ്ടം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് അതിനെ. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് നഷ്ടം പറയാൻ പറ്റില്ല, കാരണം ഇവിടെയുള്ളത് ബാലൻസ് ആണ്. ഓക്കെ, ബാലൻസ് ആൻഡ് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇവിടെ ബോട്ടം. സോ ആൻഡ് ഇവിടെ 8 ഓഫ് wands. ഓക്കെ, ഗുഡ്. സോ ഇവിടെ കാണുന്നത് ബാലൻസ് വരുന്നു എന്നാണ്. ഓക്കെ, അതായത് നല്ലത് വരുമ്പോൾ, ഓക്കെ, നല്ലത് ചിലത് വരുന്നു അല്ലേ, അപ്പം ചിലത് നഷ്ടപ്പെടുകയും വേണം. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു നഷ്ടമായിട്ട് എടുക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടാത്തത് നഷ്ടപ്പെട്ടു പോകുന്നു, മീൻസ് എടുത്തു കളയുന്നു യൂണിവേഴ്സ് എന്ന രീതിക്ക് നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, ബാലൻസ് ചെയ്യുകയാണ് നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് നിങ്ങളെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരികയാണ്. ഓക്കെ, നല്ലത് വരണമെങ്കിൽ ചിലത് നിങ്ങൾക്ക് നല്ലതല്ലാത്തത് നിങ്ങളെ വിട്ട് പോവും വേണം. അത് നിങ്ങൾ വിട്ട് കളയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളായിട്ട് ചെയ്യുന്നില്ല. മേ ബി പേജ് ഓഫ് സോർട്സ് നമുക്കൊരു ആക്ഷൻ ആയിട്ട് പറയാം, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ചിലപ്പോൾ ആക്ഷൻ എടുക്കുന്നുണ്ടാവില്ല, ബട്ട് അവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളെ പറ്റിച്ച ആരെങ്കിലും, നിങ്ങളെ ചീറ്റ് ചെയ്തത്, നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ മറഞ്ഞിരുന്നത്, ഓക്കെ, നിങ്ങളെ വെളിപ്പെടുത്തുമെന്ന് പറയാം. ആൻഡ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്നത് പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ലോസ് അല്ല, നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ചിലത് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഈ നല്ലത് വരാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണ് എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അതായത് ഈ നല്ലത് വരുമ്പോൾ നമുക്ക് നല്ലതിനെ ഞാൻ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിൾ വീണ്ടും കാണിച്ചു തരാം. എനിക്ക് വലിയ ഇഷ്ടമാണ് പറയാൻ. നമ്മൾ കയ്യിനെ ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഒന്നും റിസീവ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഈ ഓഫർ നമ്മുടെ കയ്യിൽ മുമ്പിൽ വരുന്നുണ്ട് അല്ലേ, അതിനെ നമുക്കിങ്ങനെ സ്വീകരിക്കാം. നമ്മുടെ കൈ ഓപ്പൺ ആവണം, നമ്മൾ കൈ നീട്ടി നിൽക്കണം, കൈ നീട്ടി നിൽക്കണം യൂണിവേഴ്സിന് മുമ്പിൽ അല്ലേ. പക്ഷെ അവിടെ നമ്മളിതിനെ, നമ്മുടെ കയ്യിലുള്ള പഴയതിനെ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ചിലത് നമുക്ക് നല്ലതല്ല, തെറ്റാണ്, അല്ലെങ്കിൽ അത് വേണ്ട, എല്ലാം നമുക്ക് നല്ലതല്ല, നമ്മൾ ചീറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിന് തന്നെ എല്ലാം നമുക്ക് മനസ്സിലാക്കിയിട്ടടക്കം. പക്ഷെ നമ്മളതിനെ വിടാൻ മടിച്ചിരിക്കും, കാരണം നമ്മുടെ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ഇമോഷണൽ ഒരു കണക്ട് ഉണ്ടാവും അതിൽ. ഓക്കെ, അതുകൊണ്ടാണ് അത് വിട്ട് കളയാൻ നമ്മൾ മടിക്കുന്നത്. പക്ഷെ അങ്ങനെ പിടിച്ച് വെക്കുമ്പോൾ നമുക്ക് പുതിയതൊന്നും നമ്മുടെ കയ്യിലേക്ക് വരില്ല. ഓക്കെ, സോ യൂണിവേഴ്സായിട്ട് തന്നെ അതിനെ എടുത്തു മാറ്റി എന്ന് കരുതിയാൽ മതി. ഓക്കെ, സോ നല്ലത് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ബാലൻസ് ഉണ്ടാക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ, ആൻഡ് നിങ്ങൾക്ക് സന്തോഷങ്ങൾ കൊണ്ടുവരികയാണ്. ഓക്കെ, 10 ഓഫ് പെൻറ്റിക്കിൾസ് നമുക്കൊരു ഹാപ്പി ഫാമിലി എന്ന് പറയാം, ഫൈനാൻഷ്യൽ അബണ്ടൻസ് പറയാം. ഇവിടെ മെസ്സേജ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഐ തിങ്ക് നല്ലത് വരാൻ പോകുന്നു എന്ന്. ആക്ച്വലി ഇതൊരു മാറ്റം, മൂവ്മെൻറ്റ്, കാര്യങ്ങളുടെ മൂവ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഓക്കെ, എന്ത് തന്നെ ആയാലും ശരി, പണത്തിൻ്റെ ആയാലും, മണി മാനിഫെസ്റ്റിംഗ് ആയാലും, ഫാമിലി മാനിഫെസ്റ്റിംഗ് ആയാലും, റിലേഷൻഷിപ്പ് ആയാലും, എന്ത് തന്നെ ആയാലും ശരി, ചിലത്
മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ള സൂചനകൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതായത് എന്തെങ്കിലും ചിലപ്പോൾ വിചാരിക്കാത്ത ഒരു പേഴ്സൺ, അത് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തെറ്റി മാറിപ്പോയതാണ്, ആ പേഴ്സൺ എന്നെ ജീവിതത്തിൽ കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കില്ല. ഓക്കെ, ബട്ട് അവർ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സർപ്രൈസ് ആയി പോകും, ഇതെന്താണ് എങ്ങനെ ഒരു സംഭവം ഉണ്ടായേ എന്നാൽ നിങ്ങൾ സർപ്രൈസ് ആയി പോകും അല്ലേ. അതുപോലെ ഇതാരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരും. നിങ്ങൾ ചിലപ്പോൾ വളരെ ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ട്, വളരെ ഒരു സ്ട്രെസ്ഡ് ആയിട്ട് ഒരു സമയത്ത് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലും ഇല്ലാത്തൊരു വ്യക്തി, നിങ്ങൾ അകൽച്ച വെച്ചൊരു വ്യക്തി, ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം നിങ്ങൾക്കൊരു ഹെൽപ്പായിട്ടും മുന്നോട്ട് വരുന്നത്. ഓക്കെ, അപ്പോഴും നിങ്ങൾ വിചാരിക്കും ഇത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ, ഇത് ശരിക്കും ആയിരിക്കുമോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നും. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ, നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ്, നിങ്ങൾക്കൊരു വഴി തുറന്നു തരാണ് യൂണിവേഴ്സ്. അത് ചിലപ്പോൾ ഒരു തെറ്റിദ്ധരിച്ചായിരിക്കാം ഒരു വ്യക്തിയെ, അല്ലെങ്കിലും ചിലപ്പോൾ ചിലവർ മാറും ചെയ്യും അല്ലേ, ചിലവർ മാറി വരും ചെയ്യും, അങ്ങനെയാവാം. സോ ആൻഡ് ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള ചിലതിനും പക്ഷേ യൂണിവേഴ്സ് തട്ടി മാറ്റാനും സാധ്യതയുണ്ട്. സോ റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ആലോചിച്ചിരിക്കരുത് ദാറ്റ് അയ്യോ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി എന്ന് പറയരുത്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ പുതിയത് നല്ലത് തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബാലൻസ് ചെയ്യാണ് നിങ്ങളുടെ ലൈഫിൽ. സോ അത് ഒരിക്കലും നിങ്ങളതിനെ നെഗറ്റീവായിട്ട് എടുക്കരുത്. ഓക്കെ, അങ്ങനെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഈ വരുന്നത് നിന്ന് പോകും. ഓക്കെ, മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഇത് മനസ്സിലാക്കുക. നിങ്ങൾ എന്തെങ്കിലും പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഏറ്റവും ശരിക്കും ഫസ്റ്റ് നടക്കുന്ന കാര്യം ഇപ്പോഴും നഷ്ടപ്പെടലാണ് ആദ്യം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നടക്കണമെങ്കിൽ ചില നഷ്ടപ്പെടൽ മാറ്റങ്ങൾ, ഓക്കെ, അതുണ്ടാവും. അപ്പോൾ നിങ്ങൾ പറയും ഇതെന്താ എനിക്കിങ്ങനെ പറ്റുന്നത്, എന്തുകൊണ്ടാണ്, ഞാൻ ആഗ്രഹിച്ചല്ലല്ലോ നടക്കുന്നത്, വേറെ എന്തൊക്കെയോ ആണല്ലോ നടക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ നെഗറ്റീവ് മൈൻഡിൽ ചിന്തിച്ച് കൂട്ടിയാൽ മാനിഫെസ്റ്റേഷൻ അവിടെ സ്റ്റക്കായി പോകും. മാനിഫെസ്റ്റേഷൻ്റെ റൂൾസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഓർമ്മ വയ്ക്കാം. സോ നിങ്ങൾക്ക് ചില സൂചനകൾ യൂണിവേഴ്സ് തരും, അത് മനസ്സിലാക്കാം. ആൻഡ് നമുക്ക് അഡ്വൈസ് കാർഡ് കൂടി എടുക്കാം, ഒറക്കിൾ മെസ്സേജസ് കൂടി നോക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കട്ടെ. യൂണിവേഴ്സ് എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ വിചാരിച്ചു ഈ കാർഡ് വരുന്നത്. എനിക്കിത് എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാനൊരു ലേശം ബുദ്ധിമുട്ടാണ്. എൻ്റെ മൈൻഡിൽ ഇത് തന്നെയായിരുന്നു. ഇതൊരു കഷ്ടം. കുഴപ്പമില്ല, പോട്ടെ. സെൽഫ് റിഫ്ലക്ഷൻ, യെസ്, ഓക്കെ. ഫോക്കസ്, യൂണിവേഴ്സ് എന്നെ ഇട്ട് കളിപ്പിക്കുകയാണ്. ഫ്രൂഷൻ, ഗുഡ്. ഇത് വരരുതേ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ അത് തന്നെ വന്നു. ഇതാണ് പറയുന്നത് മാനിഫെസ്റ്റേഷൻ. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് തന്നെ നടക്കും എന്നാണ്. ഓക്കെ, പീസ്. ഓക്കെ, ദ വോയിഡ് ആണിത്, പീസാണ് ആൻഡ് അക്സെപ്റ്റൻസ്. ഓക്കെ, ഗുഡ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആക്ച്വലി ഈ കാർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ തന്നെ പവർ ഉണ്ട് എന്നാണ്. ഓക്കെ, പക്ഷെ ഇതെനിക്കിത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഈ ഒരു വാക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് എപ്പോഴും കിട്ടാറില്ല. എത്ര തവണ ഞാനിത് പഠിച്ച് ഓർമ്മ വെച്ചാലും അത് പറയുമ്പോൾ എനിക്ക് കിട്ടില്ല. സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ തന്നെ ഒരു പവർ ഉണ്ട്. ഓക്കെ, നിങ്ങളൊരു സുപ്രീം പവറാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഓക്കെ, ആ പവറിൽ നിങ്ങൾ നിൽക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ക്വീൻ ഓഫ് ദ മൂൺ ആണ് നിങ്ങൾ, ക്വീൻ അല്ലെങ്കിൽ കിങ് ആണ് എന്നെടുത്തോളൂ. ഓക്കെ, നിങ്ങളിൽ എല്ലാ പവറും, നിങ്ങൾക്ക് വേണ്ട പവറൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ പറയുന്നുണ്ട്, നിങ്ങൾ അവനവനിൽ തന്നെ നോക്കുക. ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുക. ആൻഡ് വൺ മോർ തിങ്, ഇത് വേറൊരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ പറഞ്ഞത്, നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് തന്നെ നടക്കും. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. എപ്പോഴും നിങ്ങളൊരു മിറർ നോക്കുന്ന പോലെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഓക്കെ, നിങ്ങളത് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് തന്നെ തിരിച്ചു കിട്ടും. അല്ല, നിങ്ങൾ നെഗറ്റീവ് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് വരും. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ അത് തന്നെയാണ്. ഞാൻ സത്യം പറയണം, ഞാൻ മനസ്സിൽ ഈ കാർഡ് വരരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനെടുത്ത് അത് വന്നു, ആദ്യം തന്നെ അത് വന്നു. സോ അതാണ് ആ മൈൻഡിൻ്റെ പവറാണ് നമ്മുടെ. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നടക്കുന്നത്. സോ എപ്പോഴും റിഫ്ലക്ട് ആൻഡ് നിങ്ങളിൽ തന്നെ നോക്കുക നിങ്ങൾ. ഓക്കെ, നിങ്ങളിൽ തന്നെ എന്തൊക്കെയാണ് മാറ്റാനുള്ളത്, നിങ്ങളെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങളൊന്ന് ആക്ച്വലി മിറർ എക്സസൈസ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക. പിന്നെ എന്താ പറയുക, അഫർമേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ മിറർ നോക്കി നിന്ന് അഫർമേഷൻസ് പറയാം. മിറർ നോക്കാമെന്ന് വെറുതെ നോക്കല്ല, കണ്ണിൽ നോക്കിയിട്ട് നമ്മൾ പറയണം എന്നാണ്. ഓക്കെ, പോസിറ്റീവ് അഫർമേഷൻസ് ഡെയിലി നിങ്ങൾ പറയാം. അതൊക്കെ ഒരു ജസ്റ്റ് അഡ്വൈസ്. ആൻഡ് ഫോക്കസ്, നിങ്ങൾ എന്താണോ വേണ്ടത് അതിലേക്ക് ഫോക്കസ് കൊടുക്കുക, അതിൻ്റെ ചുറ്റും. ഓക്കെ, ഞാൻ മാനിഫെസ്റ്റേഷൻ്റെ ഇതിൽ നമ്മുടെ ഫോക്കസ്, നിങ്ങൾ ഓൾറെഡി ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തു, അതായത് എനിക്ക് ഇത്ര പൈസ വേണം, 1000 രൂപ എനിക്ക് വേണമെന്ന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വേറെ സൈഡിൽ ഒരു 2000 ചിലവ് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് വിചാരിച്ചു, അയ്യോ ഞാൻ ആഗ്രഹിച്ചത് 1000 ഇങ്ങോട്ട് കിട്ടാൻ ആഗ്രഹിച്ചാണ്, 2000 അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ചിലപ്പോൾ ആ 2000 പോയിട്ട് ചിലപ്പോൾ ഈ 1000 അല്ല അതിലേക്കാട്ടിൽ കൂടുതൽ കിട്ടാനാണെങ്കിലോ എന്ന് നിങ്ങൾ ചിന്തിക്കാം.
ഓക്കെ, അയ്യോ അത് പോയല്ലോ എൻ്റെ കയ്യിൽ, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതിന് പകരം ഉൾട്ടയാണല്ലോ, ഓപ്പോസിറ്റ് ആണല്ലോ നടന്നത് എന്ന് ചിന്തിക്കാതിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഫോക്കസ് ഞാൻ 1000 വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത് എൻ്റെ കയ്യിലേക്ക് എപ്പോഴെങ്ങനെങ്കിലും വരും എന്ന് മാത്രം നിങ്ങളുടെ ഫോക്കസ് വെക്കുക. ഈ പോയത് പോട്ടെ, അത് ആ സൈഡിൽ വേറെന്തോ ചിലവിനുണ്ടായിരുന്നു, അതങ്ങോട്ട് കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ആ രീതിക്ക് മനസ്സിൽ ചിന്ത മാറ്റിയെടുക്കുക, പോസിറ്റീവ് ആക്കി കൊണ്ടുവരിക. ആൻഡ് ഫ്രൂഷൻ എന്ന് വെച്ചാൽ സക്സസ്. ഫ്രൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ നടക്കുക, എന്താ പറയുക, ഒരു ഫലങ്ങൾ കിട്ടുക എന്ന രീതിയിൽ പറയാം. ഓക്കെ, നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് വരും, ഫലങ്ങൾ കിട്ടും എന്നാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ നടക്കും എന്ന രീതിക്ക് നമുക്ക് എടുക്കാം ഇവിടെ. ഓക്കെ, ആൻഡ് വോയിഡ്, ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട പോലെയും തോന്നാം. മാനിഫെസ്റ്റേഷൻ്റെ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നാം. നിങ്ങൾക്ക് തോന്നാം ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റാണ് നടന്നത്, എനിക്ക് കിട്ടുന്നതിന് ഞാൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതൊക്കെ പോവുക ചെയ്ത് എന്ന രീതിയിൽ വരാം. പക്ഷെ അതൊരിക്കലും നിങ്ങളെ തളരാൻ വിടരുത്. ഓക്കെ, അങ്ങനെ നിങ്ങളെ തളർത്താനോ നെഗറ്റീവ് ആവാനോ നിങ്ങൾ വിടരുത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക ദാറ്റ് ഓക്കെ, ഈ പോകുന്നത് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പോയ ശേഷം എനിക്ക് വേറെ നല്ലത് വരാനുള്ള സ്പേസ് ആണ് ഉണ്ടാവുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് പീസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക. മാനിഫെസ്റ്റേഷൻസ് ആക്ച്വലി മെഡിറ്റേഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, സമാധാനമായിട്ടിരിക്കുക. എപ്പോഴും എന്തെങ്കിലും പെട്ടെന്ന് നെഗറ്റീവ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഡൗൺ ആയി പോകരുത്. ഓക്കെ, ഒന്ന് ഡീപ് ബ്രീത്ത് എടുക്കുക, ഒന്ന് റിലാക്സ് ആവുക, മൈൻഡിനെ ഒരു സെക്കൻഡ് ഒന്ന് കാം ചെയ്യുക, എന്നിട്ട് മാത്രം റിയാക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിനെ എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുക, പോസിറ്റീവായിട്ട് മൈൻഡിനെ മാറ്റി തുടങ്ങാം. ഓക്കെ, ആൻഡ് ആക്സെപ്റ്റൻസ്. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് റിലേഷൻ്റെ കാര്യം പറയാം. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റിലേഷൻസ് ഏതെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ വരുന്നുണ്ടാവും നിങ്ങൾക്ക്. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് തരുന്നു, അത് സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുകൂടി പറയാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തരുന്നുണ്ട്, പക്ഷെ അതിന് ചിലപ്പോൾ തരുന്ന രീതി നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇത് എൻ്റെ കയ്യിൽ നല്ല എടുത്തിട്ടാണോ എന്ന്, എനിക്ക് എന്തെങ്കിലും തരാൻ പോകുന്നത് എന്നൊക്കെ തോന്നും. ഓക്കെ, ബട്ട് യെസ്, യൂണിവേഴ്സ് അങ്ങനെയാണ് വർക്ക് ചെയ്യുക, യൂണിവേഴ്സിൻ്റെ എനർജി അങ്ങനെയാണ് വർക്ക് ചെയ്യുക, മാനിഫെസ്റ്റേഷൻ അങ്ങനെയാണ്. ഓക്കെ, സോ പോസിറ്റീവായിട്ടിരിക്കാം. ആൻഡ് ഇവിടെ നമ്പേഴ്സ് വേണമെങ്കിൽ ഞാൻ പറയാം. 41, 17, 14, 37, 1, 28, 4. ഓക്കെ, ഇവിടെ 8, 5 അഗൈൻ. ഓക്കെ, ഇവിടെ ഇത് മിറർ നമ്പേഴ്സാണ്, 41 and 14. മിറർ നമ്പേഴ്സ് പറയുമ്പോൾ ഞാൻ അതാ പറഞ്ഞ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് തന്നെ നിങ്ങളിലേക്ക് വരും. സോ പോസിറ്റീവ് ആക്കി വെക്കുക മൈൻഡിനെ. ആൻഡ് 37 വരുമ്പോൾ 10 ആണ്, 1, ഇവിടെ ഒരു 1, ഇവിടെയും 10. ഓക്കെ, 10 ഉണ്ട്, 1 ഉണ്ട് ഇവിടെ. സോ ന്യൂ ബിഗിനിങ്സ് എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, മാറ്റങ്ങൾ വരുന്നു എന്നെടുക്കാം, കാര്യങ്ങൾ മാറി വരുന്നു, നല്ലൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് എത്തുമെന്ന് പറയാം. ആൻഡ് ഇവിടെ 4 അഗൈൻ. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നമ്പേഴ്സ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് പോസിറ്റീവാക്കി വെക്കാം മൈൻഡിനെ, ഞാൻ അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, മാനിഫെസ്റ്റേഷൻസ് ചെയ്തുകൊണ്ടിരിക്കാം. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.